പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, NIOS +2 ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കെല്ലാം ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. നന്നായിട്ട് പഠിക്കണം. നമ്മളേതായാലും പഠിക്കാൻ തയ്യാറായി രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തല്ലോ. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. നോട്ട്സൊക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, നമുക്കെന്നാൽ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 21ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്റർ 21, 21ാമത്തെ ചാപ്റ്ററാണ് നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസി. നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസി. ദേശീയ പ്രസ്ഥാനവും ഇന്ത്യൻ ജനാധിപത്യവും. ദേശീയ പ്രസ്ഥാനവും ഇന്ത്യൻ ജനാധിപത്യവും. ഇതിൽ 206ാമത്തെ പേജ് എടുക്കൂട്ടോ. 206ാമത്തെ പേജിലാണ് പറയുന്നത്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് ആൻ അക്കൗണ്ട് ഓൺ ഹോം റൂൾ മൂവ്മെൻറ്റ്, ഡിസ്കസ് ഇറ്റ്സ് റിസൾട്ട്സ്. ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിവരണം നൽകുക. എന്താണ് ഹോം റൂൾ പ്രസ്ഥാനം, അതുപോലെ ഇതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു. അപ്പോൾ ഈ ഹോം റൂൾ പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പറയുന്നത്. പ്രധാനമായിട്ടും ഹോം റൂൾ പ്രസ്ഥാനം കൊണ്ടുവന്നത്, ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യക്ക് സ്വയം ഭരണം നേടുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വയം ഭരണം, അതായത് ഇന്ത്യയുടെ ഭരണമില്ലാതെ ഇന്ത്യക്കാർ തന്നെ സ്വയം ഭരിക്കുന്ന ഭരണം നേടിയെടുക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ആൻസർ നോക്കൂ. ഹോം റൂൾ പ്രസ്ഥാനം 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച സമയത്ത് ബ്രിട്ടൻ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചു. വ്യത്യസ്ത രാജ്യങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പങ്കാളിയായിരുന്നു. ആ സമയത്ത് ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ സാധ്യമല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഇന്ത്യ സമ്മതിച്ചു. അതായത് ഇന്ത്യയിലെ കോൺഗ്രസ് സമ്മതിച്ചു. അപ്പോൾ ബ്രിട്ടൻ്റെ യുദ്ധ സംരംഭങ്ങളെ സഹായിക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചു. പക്ഷേ ഈ സഹായിക്കുന്ന സമയത്ത് ഇന്ത്യൻ കോൺഗ്രസ്സുകാർക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു ഉദ്ദേശം? ഈ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വയം ഭരണം നൽകുമെന്നുള്ള പ്രതീക്ഷ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, ബ്രിട്ടനെ പിന്തുണക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയത്, അല്ലെങ്കിൽ പിന്തുണക്കുവാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വെച്ചത്. ഇതിൽ ബാലഗംഗാധര തിലകൻ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരൊക്കെ വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു. ആ ഒരൊറ്റ പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് അവരെന്ത് ചെയ്തത്, ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്തത്. ഇങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷവും ബ്രിട്ടീഷുകാരെന്ത് ചെയ്തില്ല, ഇന്ത്യക്ക് സ്വയം ഭരണം നൽകുവാൻ അവർ തയ്യാറായില്ല. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്വയം ഭരണം നൽകുവാൻ ബ്രിട്ടൻ സ്വമേധയെ തയ്യാറാവുകയില്ലെന്ന് ദേശീയ നേതാക്കന്മാർ മനസ്സിലാക്കിയിരുന്നു. ഇങ്ങനെ ജനകീയ സമ്മർദ്ദമില്ലാതെ രാഷ്ട്രീയ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല എന്ന തിരിച്ചറിവാണ് നേതാക്കന്മാർ ഹോം റൂൾ പ്രസ്ഥാനം എന്നുള്ള ഒരു പ്രസ്ഥാനം രൂപീകരിക്കുവാൻ അവരെ പ്രേരണയേകിയത്. അപ്പോൾ ഇന്ത്യക്കുള്ള സ്വയംഭരണം യാതൊരു പ്രതിഷേധമോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്വമേധയാ അവർ സ്വയംഭരണം തരികയില്ല എന്ന് നേതാക്കന്മാർ മനസ്സിലാക്കുകയും ആ തിരിച്ചറിവിലൂടെയാണ് ഹോം റൂൾ പ്രസ്ഥാനം എന്നുള്ള പുതിയ ഒരു സമര പ്രസ്ഥാനം രൂപീകരിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത്. ഇങ്ങനെ 1916 2 ഹോം റൂൾ ലീഗുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. വർഷം മറക്കരുത് കേട്ടോ.
1916 ഇന്ത്യയിൽ 2 ഹോം റൂൾ ലീഗുകൾ സ്ഥാപിക്കപ്പെട്ടു. ഒന്ന് ബാലഗംഗാധര തിലകായിരുന്നു. തടവു ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്ന തിലകൻ ആ കൊല്ലം തന്നെ ഏപ്രിലിൽ ബൽഗാമിൽ വെച്ചുകൊണ്ട് ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഒന്നാമത്തത് ബാലഗംഗാധര തിലകാണ്. അദ്ദേഹം സ്ഥാപിച്ചത് ഏതാണ്? ഇന്ത്യൻ ഹോം റൂൾ ലീഗായിരുന്നു. ഈ ബാലഗംഗാധര തിലകൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആനി ബസന്റ് 1916 മദ്രാസിൽ വെച്ചുകൊണ്ട് മറ്റൊരു ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു. ഇപ്പോൾ 2 ഹോം റൂൾ ലീഗുകളുണ്ടായിരുന്നു. ഒന്ന് ബാലഗംഗാധര തിലക് ബൽഗാമിൽ വെച്ച് സ്ഥാപിച്ച ഒരെണ്ണം, രണ്ടാമത്തത് ആനി ബസന്റ് മദ്രാസിൽ വെച്ച് സ്ഥാപിച്ച മറ്റൊരു ഹോം റൂൾ. ഇങ്ങനെ 2 ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യ ഒട്ടാകെ ഇളക്കി മറിച്ചു. അതായത് ജനങ്ങളുടെ വലിയൊരു സപ്പോർട്ട് എന്തിനുണ്ടായിരുന്നു? ഈ 2 ഹോം റൂൾ പ്രസ്ഥാനത്തിനും ഉണ്ടായിരുന്നു. ബാലഗംഗാധര തിലകനും ആനി ബസന്റും രാജ്യമൊട്ടാകെ സഞ്ചരിക്കുകയും അവരെന്ത് ചെയ്തു? ഹോം റൂളിൻ്റെ ആശയങ്ങൾ ജനങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ധാരാളം അനുയായികൾ, ധാരാളം പൊതുജനങ്ങൾ എന്ത് ചെയ്തു? ഈ നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രസ്ഥാനത്തിലെ അംഗങ്ങളായി മാറി. അങ്ങനെ രാജ്യമൊട്ടാകെ ആനി ബസന്റും തിലകനും സഞ്ചരിക്കുകയും ഹോം റൂളിൻ്റെ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ പ്രക്ഷോഭത്തിനിടയിലാണ് തിലകൻ തൻ്റെ വിഖ്യാതമായിട്ടുള്ള സ്വയംഭരണം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നുള്ള വിഖ്യാതമായ മുദ്രാവാക്യം മുന്നോട്ട് വച്ചത് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് ഇടയിലാണ്. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? സ്വയംഭരണം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഈ മുദ്രാവാക്യമാണ് ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ഇടയിൽ അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നത്. ഇങ്ങനെ ഹോം റൂൾ പ്രസ്ഥാനം കരുത്താർജിച്ചതോടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രക്ഷോഭത്തെ അടിച്ചമർത്തുവാനുള്ള ശ്രമം നടത്തി. ഏതൊരു പ്രസ്ഥാനവും ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിച്ചമർത്താൻ ശ്രമിക്കും. ഈ 2 ഹോം റൂൾ പ്രസ്ഥാനത്തെയും അടിച്ചമർത്തുവാൻ വേണ്ടി ബ്രിട്ടീഷുകാർ മുന്നോട്ട് വന്നു. ഇതിനു വേണ്ടിയിട്ട് ഡൽഹിയിലും പഞ്ചാബിലും ബാലഗംഗാധര തിലകൻ പ്രവേശിക്കുന്നത് ഗവൺമെൻറ് വിലക്കി. ആദ്യം കൊണ്ടുവന്നൊരു കാര്യം അതായിരുന്നു. ഡൽഹിയിലും പഞ്ചാബിലും തിലകന് ഇനി പ്രവേശിക്കുവാൻ പാടില്ല എന്നുള്ള ഒരു വിലക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന ആനി ബസന്റിനെ വീട്ടു തടങ്കലിലാക്കി. അപ്പോൾ നേതാക്കന്മാരെ ആദ്യം തടവിലാക്കുകയോ നിയന്ത്രണങ്ങളോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും? ആ പ്രസ്ഥാനത്തിന് ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു തളർച്ച സംഭവിച്ചു കൊണ്ടിരിക്കും. ഇവിടെയും അത് തന്നെയാണ് ഉണ്ടായത്. ആനി ബസന്റിനെ വീട്ടു തടങ്കലിലാക്കി. ഇങ്ങനെ ഗവൺമെൻറ്റിനെതിരെ വമ്പിച്ച ജനരോഷമുളവായിരുന്നുവെങ്കിലും ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ഗതി മാറ്റിമറിച്ച ഒരു സംഭവം ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. അതായത് ഇന്ത്യയിൽ പടിപടിയായി ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുമെന്ന് 1917 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പ്രഖ്യാപിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റ് 1917 ഒരു പ്രസ്താവന കൊണ്ടുവന്നു. എന്തായിരുന്നു? ഇന്ത്യയിൽ പടിപടിയായിട്ട് ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കും. അതായത് ഒറ്റയടിക്ക് എന്ത് ചെയ്യുകയില്ല, ഒരു സ്വയംഭരണം തരികയില്ല. ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യുള്ളൂ? ഇന്ത്യയിൽ സ്വയംഭരണം അല്ലെങ്കിൽ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുകയുള്ളൂ എന്നവർ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രസ്ഥാനം വന്നതോടുകൂടെ തന്നെ എന്ത് ചെയ്തു? ആനി ബസന്റ് ഹോം റൂൾ പ്രക്ഷോഭം നിർത്തിവെച്ചു. തിലകൻ പ്രക്ഷോഭം തുടർന്നിരുന്നുവെങ്കിലും 1919 ആയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഹോം റൂൾ പ്രസ്ഥാനം കെട്ടടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ പതിയെ 2 വർഷം, മാക്സിമം 2 വർഷമൊക്കെ ഉണ്ടായുള്ളൂ. അതോടുകൂടെ എന്ത് ചെയ്തു? ഹോം റൂൾ പ്രസ്ഥാനം, തിലകൻ്റെ ഹോം റൂൾ പ്രസ്ഥാനവും പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വയംഭരണം വേണം
എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെ ഇന്ത്യയിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണേത്? ഹോം റൂൾ പ്രസ്ഥാനം. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 207 പേജിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ഇമ്പാക്റ്റ് ഓഫ് സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ്സ് ഓൺ ദ പീപ്പിൾ ഓഫ് ബംഗാൾ? ബംഗാൾ ജനതയിൽ സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം എന്തായിരുന്നു? ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ സ്വദേശിവൽക്കരണം അതുപോലെ ബഹിഷ്കരണ പ്രസ്ഥാനം ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ ആൻസർ നോക്കൂ. ഇന്ത്യൻ ജനങ്ങൾ നടപ്പിലാക്കിയ ബഹിഷ്കരണവും വിഭജന വിരുദ്ധ പ്രക്ഷോഭങ്ങളും ഗവൺമെൻറ്റിൻ്റെ മനോഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല. വ്യത്യസ്തങ്ങളായിട്ടുള്ള ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു, പക്ഷെ അതൊന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ യാതൊരു മാറ്റവും കൊണ്ടുവന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഉയർന്നു വന്നതാണ് സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾ, സ്വദേശിവൽക്കരണം അതുപോലെ ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇതിൽ ബംഗാളിൽ നഗരവ്യത്യാസമില്ലാതെ എല്ലാ നഗരങ്ങളിലും ഈ ഒരു സമരം വളരെയധികം പടർന്ന് വ്യാപകമായ രീതിയിൽ ഉണ്ടായി. നല്ല ശക്തമായ രീതിയിൽ തന്നെ സമരങ്ങൾ നടന്നു. ഇവർ മുന്നോട്ട് വച്ചിരുന്ന കാര്യങ്ങൾ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. ഒന്നാമത്തത് വിദേശ നിർമ്മിത വസ്തുക്കളുണ്ടല്ലോ, വിദേശ നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഇനി ഉപയോഗിക്കുകയില്ല എന്ന് മുന്നോട്ട് വെച്ചു. അപ്പോൾ ഒന്നാമത്തത് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. അതുപോലെ തന്നെ അവ കത്തിച്ച് കളയുക. ഉൽപ്പന്നങ്ങളുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, മൊത്തം കത്തിച്ച് കളയുക. സ്വദേശി വസ്തുക്കൾ മാത്രം സ്വീകരിക്കുകയും ചെയ്യുക. ഇന്ത്യയിലുള്ള ഉൽപ്പന്നം മാത്രം വാങ്ങുക, ഉപയോഗിക്കുക. ഇതെന്ത് ചെയ്തു, ഒരു നിത്യസംഭവമായി മാറി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇന്ത്യയുടെ പണമൊഴുക്ക്, ബ്രിട്ടീഷിലേക്കുള്ള പണമൊഴുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ മാത്രം വാങ്ങുക, ഉപയോഗിക്കുക, മറ്റുള്ളവ ഉപേക്ഷിക്കുക, അവ കത്തിച്ച് കളയുക എന്ന് മുന്നോട്ട് വെച്ചു. പിന്നെ ഇതിൻ്റെ പുറമെ സ്ത്രീകൾ വിദേശ വളകൾ അണിയുന്നത് നിർത്തി. വിദേശ ഉൽപ്പന്നം ഉപയോഗിക്കുന്നില്ലല്ലോ. അലക്കുകാർ വിദേശ വസ്ത്രം അലക്കുവാൻ വിസമ്മതിച്ചു. നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അലക്കുകാർ, തൂപ്പുകാരൊക്കെ, അവർ വിദേശ വസ്ത്രങ്ങൾ അലക്കുവാൻ വിസമ്മതിച്ചു. വിദേശ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടുജോലിക്കൊന്നും അവർ പോകാതെയായി. അതുപോലെ പുരോഹിതന്മാർ വിദേശത്തു നിന്ന് വരുന്ന പഞ്ചസാര ചേർത്ത പൂജാദ്രവ്യങ്ങൾ ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിച്ചു. വിദേശത്തു നിന്ന് വരുന്ന പഞ്ചസാര ചേർത്ത പൂജാദ്രവ്യങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല എന്ന് പുരോഹിതന്മാർ തീരുമാനിച്ചു. വിദേശ വസ്ത്രങ്ങൾ പരസ്യമായി കത്തിക്കുന്ന ചടങ്ങുകൾ പല സ്ഥലങ്ങളിലും സംഘടിപ്പിച്ചു. വിദേശ വസ്ത്രങ്ങൾ പരസ്യമായി കത്തിക്കുന്ന ചടങ്ങുകൾ പലയിടത്തും സംഘടിപ്പിച്ചു. സ്കൂൾ, കോളേജ്, സർക്കാർ ഓഫീസുകൾ, കോടതി എന്നിവ ബഹിഷ്കരിക്കുവാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സ്കൂളുകൾ, കോളേജുകൾ, ബ്രിട്ടീഷ് സർക്കാർ ഓഫീസുകൾ, കോടതി ഒന്നും ഇതിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, അതിൽ നിന്ന് പോരുക. സ്കൂളിലും കോളേജുകളിലൊന്നും വിദ്യാർത്ഥികൾ പോകാതെയായി. അതായത് എല്ലാം എന്ത് ചെയ്തു, ബഹിഷ്കരിച്ചു. അപ്പോൾ ഇങ്ങനെ വിദേശ ഭരണത്തിനെതിരെ പൊരുതുവാനുള്ള ആത്മശക്തി വളർത്തിയെടുക്കുവാൻ ഇത് ഇവരെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സ്വദേശി പ്രസ്ഥാനം ഇവിടെ വളർന്നു വരികയും ഇത്തരത്തിലുള്ള വലിയ സംഭാവന സ്വദേശി പ്രസ്ഥാനവും ബഹിഷ്കരണ പ്രസ്ഥാനവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിജയം നേടുന്നതിൽ പങ്കുവഹിച്ച രണ്ട് പ്രസ്ഥാനങ്ങളാണ് സ്വദേശി പ്രസ്ഥാനവും അതുപോലെ ബഹിഷ്കരണ പ്രസ്ഥാനവും. ഓക്കെ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തത് പറയുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസ് വാസ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച്ഡ്, വാട്ട് വർ ഇറ്റ്സ് എയിം? നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുവാൻ ഇടയായ സാഹചര്യം എന്തെല്ലാമായിരുന്നു, ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ ഇതിൽ പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. 1920-22 കാലഘട്ടങ്ങളിലാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത്.
ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച ആദ്യത്തെ വൻ പ്രക്ഷോഭമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച ആദ്യത്തെ വൻ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. തുടക്കത്തിൽ ഗാന്ധിജിയും ബ്രിട്ടീഷുകാരുടെ നീതിബോധത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതായത് ബ്രിട്ടീഷുകാരിൽ നിന്നും നീതി ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം പലപ്പോഴും ഗാന്ധിജിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുമായി സഹകരിച്ചു പോകുന്ന ഒരു നിലപാടായിരുന്നു പല സമയങ്ങളിലും ഗാന്ധിജി മുന്നോട്ട് വച്ചിരുന്നത്. എന്നാൽ 1919 ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല സംഭവിച്ചതോടുകൂടെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചിന്തയിൽ മാറ്റം വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പരിപാടിയായിരുന്നു. ഗാന്ധിജി മുന്നോട്ട് വച്ചിരുന്ന വലിയൊരു ആശയമായിരുന്നു ഇത് അഹിംസ എന്നുള്ളത്, അല്ലേ? മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത, യുദ്ധമോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത, ഹിംസപരമായിട്ട് യാതൊന്നും ഉണ്ടാക്കരുത്, മറ്റുള്ളതിനെ ആക്രമിക്കുകയോ കൊലപ്പെടുത്തുകയോ അങ്ങനെ വേദനിപ്പിക്കുകയോ മറ്റു സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഗാന്ധിജി പലപ്പോഴും പല പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതാണ് നിസ്സഹകരണ പ്രസ്ഥാനം അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പരിപാടിയായിരുന്നു. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഇത് വരുന്ന പരിപാടികൾ, ഒന്നാമത്തത് സ്വദേശി പ്രചാരം, അതായത് ദേശീയത പ്രചരിപ്പിക്കുക. മറ്റൊന്ന് അയിത്തോച്ചാടനം. അയിത്തം നടന്നിരുന്നല്ലോ ഇന്ത്യയിൽ, അല്ലേ? ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരെ അയിത്തം ഉണ്ടാകുമെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള അയിത്തോച്ചാടനം, അയിത്തം എന്നുള്ള ഒരു സംഗതിയെ ഉണ്ടാകാൻ പാടില്ല. പിന്നെ മറ്റൊന്നായിരുന്നു ഹിന്ദു മുസ്ലിം മൈത്രി വളർത്തുക. ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാർ രണ്ട് ചേരിയാക്കിയിരുന്നു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ശത്രുക്കളാക്കിയിട്ട് അവരുടെ ഭരണം സുഗമമാക്കുവാൻ വേണ്ടിയിട്ട് അത്തരത്തിലൊരു പ്രവർത്തികൾ ബ്രിട്ടീഷുകാർ നടത്തിയിരുന്നു. അപ്പോൾ അതിനെ ഒഴിവാക്കിയിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള മതമൈത്രി വളർത്തുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ മദ്യനിരോധനം, ഇന്ത്യയിൽ മദ്യം നിരോധിക്കുക. മറ്റൊന്നായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ ദേശസാൽക്കരണം. അതായത് ബ്രിട്ടീഷുകാരുടേതായിരുന്നു സ്കൂള്, അവരുടെ സിലബസാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ എന്ത് ചെയ്യണം, മാറ്റിയിട്ട് ഇന്ത്യയിൽ വിദ്യാഭ്യാസം ദേശസാൽക്കരിക്കണമെന്ന് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വച്ചിരുന്നു. മറ്റൊന്നായിരുന്നു ചർക്കയും ഖാദിയും പ്രചരിപ്പിക്കുക. ചർക്ക, ഖാദി അറിയാമല്ലോ, നമ്മൾ കൈകൊണ്ട് നൂറ്റ് ഡ്രസ്സ് ഉണ്ടാക്കുമല്ലോ. അങ്ങനെയുള്ള ചർക്കയും ഖാദി ഉൽപ്പന്നങ്ങളും പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ, മുന്നോട്ട് വച്ചിരുന്ന പരിപാടികൾ. പിന്നെ മറ്റൊന്നായിരുന്നു ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പരിപാടിയായിരുന്നു ബഹിഷ്കരണമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞല്ലോ ബഹിഷ്കരണം. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോടതികൾ, നിയമനിർമ്മാണ സഭകൾ തുടങ്ങിയവയെല്ലാം ബഹിഷ്കരിക്കുക. ഔദ്യോഗിക ചടങ്ങുകൾ ബഹിഷ്കരിക്കുക. ബ്രിട്ടീഷ് ഗവൺമെൻറ് വെക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളുടെ പ്രോഗ്രാംസ്, അവയിലൊന്നും ഇന്ത്യയിലുള്ള ആരും പങ്കെടുക്കാൻ പാടില്ല. അതുപോലെ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക. ഉദ്യോഗങ്ങൾ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിലൊക്കെയുള്ള ജോലികൾ, ഉദ്യോഗങ്ങൾ അവ ബഹിഷ്കരിക്കുക, ഒഴിവാക്കുക. അതുപോലെ കീർത്തിമുദ്രകൾ, നമ്മൾ ഓരോ അവാർഡുകളൊക്കെ ലഭിക്കുമല്ലോ, അപ്പോൾ ബ്രിട്ടീഷിൽ നിന്ന് ലഭിച്ച എല്ലാ അവാർഡുകളും ഒഴിവാക്കുക, അതിനെ മടക്കി കൊടുക്കുക. കീർത്തിമുദ്രകൾ, പദവികൾ എന്നിവ ഉപേക്ഷിക്കുക. നികുതി നിഷേധിക്കുക. ഇനി എന്ത് ചെയ്യരുത്, ആരും നികുതി അടയ്ക്കരുത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ബഹിഷ്കരണ പരിപാടിയുമായിട്ട് നിസ്സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് വച്ചിരുന്ന കാര്യങ്ങൾ. നിസ്സഹകരണ പ്രസ്ഥാനം വൈകാതെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പോൾ വലിയ ഒരു പ്രസ്ഥാനമായിട്ട് നിസ്സഹകരണ പ്രസ്ഥാനം മാറി. അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പുരുഷന്മാർ മാത്രമല്ല, ധാരാളം സ്ത്രീകളും തൊഴിലാളികളും കർഷകരും വളരെയധികം സജീവമായി പങ്കെടുത്തു. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ സ്ത്രീകളും തൊഴിലാളികളും കർഷകരും സജീവമായി പങ്കെടുത്തു. സമരത്തിന്, ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് സമരത്തിന് നൂറുകണക്കിന് സ്ത്രീകൾ പർദ്ദ ഉപേക്ഷിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു.
അവരിൽ പല ആളുകളും അവരുടെ ആഭരണങ്ങൾ എന്ത് ചെയ്തു, സത്യാഗ്രഹ ഫണ്ടിലേക്ക് നൽകി. സാമ്പത്തികമായിട്ട് ചിലവുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ സാമ്പത്തികമായി സഹായിക്കുവാൻ വേണ്ടിയിട്ട് പല സ്ത്രീകളും അവരുടെ ആഭരണങ്ങൾ എന്ത് ചെയ്തു, സത്യാഗ്രഹ ഫണ്ടിലേക്ക് നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം രാജ്യമൊട്ടാകെ ആളിപ്പടരുകയും വലിയൊരു പ്രസ്ഥാനമായി മാറുകയും ചെയ്തു. ഈ സമയത്തും ബ്രിട്ടീഷ് ഗവൺമെൻറ് സാധാരണ ചെയ്യുന്നത് പോലെ ഈ പ്രസ്ഥാനത്തിനെ അടിച്ചമർത്തുവാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഗാന്ധിജി മുന്നോട്ട് വച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു സമര പ്രസ്ഥാനമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ചൗരി ചൗര സംഭവത്തെക്കുറിച്ചിട്ടാണ്. 208 പേജിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് എ നോട്ട് ഓൺ ചൗരി ചൗര ഇൻസിഡൻറ്റ്. ചൗരി ചൗര സംഭവത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. 1920 മുതൽ 22 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളത്. ചൗരി ചൗര സംഭവത്തോടു കൂടെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിരിച്ചുവിടുന്നത്. ആ ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ചൗരി ചൗര എന്ന് പറയുന്ന ഗ്രാമത്തിൽ 3000-ഓളം കർഷകർ ഒരു സമരം നടത്തുകയും ആ സമരത്തിലേക്ക് ബ്രിട്ടീഷ് പോലീസുകാർ വെടിയുതിർക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിൽ കുപിതരായിട്ടുള്ള ജനങ്ങൾ ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ തീവെച്ച് നശിപ്പിക്കുകയും അതിനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ഒരു സംഭവം ഗാന്ധിജിയെ വല്ലാതെ രോഷാകുലനാക്കി. അദ്ദേഹം അഹിംസാപരമായിട്ടുള്ള ഒരു സമരത്തിന് ജനങ്ങൾ ഇനിയും തയ്യാറായിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവിടുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ചൗരി ചൗര ഇൻസിഡൻറ്റ് 208 പേജിൽ കേട്ടോ. ചൗരി ചൗര സംഭവത്തെക്കുറിച്ചൊരു കുറിപ്പ് എഴുതുക. ചൗരി ചൗര സംഭവത്തിൻ്റെ പേരിലാണ് രാജ്യവ്യാപകമായി ശക്തി പ്രാപിച്ചിരുന്ന നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെച്ചത്. ഈ സംഭവം നടക്കുന്നത് 1922 ഫെബ്രുവരി 5-നാണ്. ഫെബ്രുവരി 5-ന് ചൗരി ചൗര ഗ്രാമത്തിൽ 3000-ഓളം കർഷകർ പങ്കെടുത്ത സമാധാന ജാഥയ്ക്ക് നേരെ ബ്രിട്ടീഷ് പോലീസ് വെടിയുതിർത്തതാണ് ഈ സംഭവത്തിന് കാരണമായത്. ഇതിൽ കുപിതരായ ജനങ്ങൾ ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ തീവെച്ച് നശിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിൽ 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. അഹിംസാപരമായിട്ടുള്ള ഒരു സമരത്തിന് ഇനിയും ജനങ്ങൾ സജ്ജരായിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് 5ാമത്തെ ക്വസ്റ്റ്യനാണ്. ഡിസ്കസ് ദ ബോയ്ക്കോട്ട് ഓഫ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനെ കുറിച്ച് ഒരു റിപ്പോർട്ട് എഴുതുക. സൈമൺ കമ്മീഷൻ്റെ ബഹിഷ്കരണം ചർച്ച ചെയ്യുക. അതിൻ്റെ ആൻസർ നോക്കട്ടെ. 209 പേജിലാണ്. സൈമൺ കമ്മീഷൻ 1927 നവംബറിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് 7 അംഗങ്ങളടങ്ങിയ ഒരു ഇന്ത്യൻ ഭരണഘടനാ കമ്മീഷനെ നിയമിച്ചു. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് 7 അംഗങ്ങൾ അടങ്ങിയ ഒരു കമ്മീഷനെ നിയമിച്ചു. കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം എന്നർത്ഥം. സർ ജോൺ സൈമൺ കമ്മീഷനായുള്ള ഈ കമ്മീഷൻ സൈമൺ കമ്മീഷൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതായത് ഈ 7 അംഗങ്ങളടങ്ങിയ ഈ ഒരു സംഘത്തിൻ്റെ തലവനാരായിരുന്നു? സർ ജോൺ സൈമൺ ആയിരുന്നു. അതുകൊണ്ടാണ് ആ ഗ്രൂപ്പിന് സൈമൺ എന്നുള്ള പേര് വന്നത്, സൈമൺ കമ്മീഷൻ എന്ന പേര് വന്നത്. ഇത് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധിച്ച് ഇന്ത്യയിൽ നടപ്പാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് ശുപാർശ സമർപ്പിക്കുകയായിരുന്നു സൈമൺ കമ്മീഷൻ്റെ ചുമതല. അതായത് ഈ ഒരു കമ്മീഷനെ വെക്കുന്നത് വരെ മൊണ്ടേഗു ചെംസ്ഫോർഡ് കമ്മീഷൻ മുമ്പ് നടത്തിയ അവർ നിർമ്മിച്ച നിയമനിർമ്മാണങ്ങളാണ് ഇന്ത്യയിലുണ്ടായത്. മൊണ്ടേഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരാണ്. ചെംസ്ഫോർഡ് എന്ന് പറഞ്ഞാലും ഒരു വ്യക്തിയുടെ പേരാണ്. ഇവർ 2 പേരും മുമ്പ് സൈമൺ കമ്മീഷൻ എന്നതുപോലെ തന്നെ ഓരോ ടീം ഉണ്ടാക്കുകയും അവർ
മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. ഇങ്ങനെ മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളുടെ ശുപാർശകൾ സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു സൈമൺ കമ്മീഷൻ്റെ ചുമതല. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ഈ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. ഈ 7 ആളിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ല. അതാണ് ഇന്ത്യക്കാരധികം ഒരു ചൊടിപ്പിച്ചത്. ഇവിടെ ഇതിലെ എല്ലാ അംഗങ്ങളും ഇംഗ്ലീഷുകാരായിരുന്നു. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ ഒരു കമ്മീഷനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിവാക്കിയത് ദേശീയവാദികളെ ക്ഷുഭിതരാക്കി. ബ്രിട്ടീഷുകാർ ആകാമായിരുന്നു. അതോടൊപ്പം ഇന്ത്യയിലെ പ്രതിനിധിയായിട്ട് ഏതെങ്കിലും 2-3 ആളുകളെ കൂടെ വെക്കേണ്ടതായിരുന്നു. പക്ഷേ അത് വെച്ചില്ല. 7 പേരും ബ്രിട്ടീഷുകാരായിട്ടുള്ള ഇംഗ്ലീഷുകാരായിരുന്നു. അതുകൊണ്ടാണ് ദേശീയവാദികൾക്ക് ഇത്രത്തോളം ദേഷ്യം വന്നത്, അവർ ക്ഷുഭിതരായത്. അങ്ങനെ ഡോക്ടർ അൻസാരിയുടെ അധ്യക്ഷതയിൽ മദ്രാസിൽ വെച്ചുകൊണ്ട് കോൺഗ്രസ് സമ്മേളനം ചേരുകയും സൈമൺ കമ്മീഷനെ എല്ലാ ഘട്ടത്തിലും ബഹിഷ്കരിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ദിവസം, അതായത് 1928 ഫെബ്രുവരി 3-നാണ് സൈമൺ കമ്മീഷൻ അവരുടെ നേതാവായ സർ ജോൺ സൈമൺ ഉൾപ്പെടെയുള്ള അവരുടെ അംഗങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത്. 1928 ഫെബ്രുവരി 3-നാണ്. അന്നേ ദിവസം രാജ്യം മുഴുവൻ ഹർത്താൽ ആചരിക്കപ്പെട്ടു. അതുപോലെ തന്നെ കമ്മീഷൻ സന്ദർശനം നടത്തിയ സ്ഥലങ്ങളിൽ അവരെ എതിരേറ്റത് ഹർത്താലുകളും കരിങ്കൊടി പ്രകടനങ്ങളും ആയിരുന്നു. പിന്നെ അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വച്ചിരുന്നൊരു മുദ്രാവാക്യം സൈമൺ തിരിച്ചു പോവുക എന്ന മുദ്രാവാക്യങ്ങളും ഹർത്താൽ ആചരിക്കുന്നവർ മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യ ഒട്ടാകെ ഈ ഒരു സൈമൺ കമ്മീഷൻ തിരിച്ചു പോവുക, പുറത്തു പോവുക എന്നുള്ള മുദ്രാവാക്യങ്ങളുമായിട്ടാണ് അവരെ എതിരേറ്റത്. പതിവ് പോലെ തന്നെ ജനങ്ങളുടെ എതിർപ്പിനെ മർദ്ദിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നേറിയത്. മുമ്പുണ്ടായിരുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും സമരങ്ങളെയും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈമൺ കമ്മീഷനെതിരെ നടത്തിയ പ്രക്ഷോഭങ്ങളും ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിച്ചമർത്തുകയാണ് ചെയ്തത്. പതിവ് പോലെ ജനങ്ങളുടെ എതിർപ്പിനെ മർദ്ദിച്ചുകൊണ്ട് ഗവൺമെൻറ് മുന്നേറി. ലാത്തി ചാർജിൽ ഗുരുതരമായ പരിക്കേറ്റ ലാലാ ലജ്പത് റായ് താമസിയാതെ മരണപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഇന്ത്യക്കാരുടെ പ്രതിഷേധങ്ങളൊന്നും വകവെക്കാതെ സൈമൺ കമ്മീഷൻ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും 1930 റിപ്പോർട്ട് സമർപ്പിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയുടെ ഭാവിയിലെ പ്രധാനപ്പെട്ട ഭരണഘടനാ തീരുമാനങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ചത്. അതിനെതിരെ ശക്തമായ എതിർപ്പും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പറയുന്നത് 6ാമത്തെ ക്വസ്റ്റ്യനാണ്. അനലൈസ് ദ ഫോർമുലേഷൻ ഓഫ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം വിശകലനം ചെയ്യുക. സ്വരാജ് പാർട്ടി, അതായത് സ്വരാജ് പാർട്ടി രൂപീകരിക്കുവാനുള്ള ഒരു സാഹചര്യം നിസ്സഹകരണ പ്രസ്ഥാനം പെട്ടെന്ന് തന്നെ നിർത്തിവെച്ചതായിരുന്നു സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് വഴിതെളിയിച്ചത്. 210 പേജ് നോക്കൂട്ടോ. സ്വരാജ് പാർട്ടി രൂപീകരണത്തിന് വഴിയൊരുക്കിയത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനം പെട്ടെന്ന് നിർത്തിവെച്ചത് കോൺഗ്രസ്സിലെ മറ്റു ചില നേതാക്കന്മാർക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. പ്രസ്ഥാനത്തിൻ്റെ അടിച്ചമർത്തലിൻ്റെ ഭാഗമായി ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ ഊർജ്ജസ്വലമാക്കി നിലനിർത്തുവാനുള്ള നീക്കങ്ങൾ നേതാക്കന്മാരായിരുന്ന CR ദാസും അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റുവും ആരംഭിച്ചിരുന്നു. ഇതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ പരിപാടികളെക്കുറിച്ച് തന്നെ കോൺഗ്രസ്സുകാരിൽ 2 വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തത് CR ദാസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗമുണ്ടായിരുന്നു. അവർ മുന്നോട്ട് വച്ചിരുന്നൊരു കാര്യം, നിയമനിർമ്മാണ സഭ ബഹിഷ്കരിക്കുന്നതിന് പകരം
അവയിൽ പ്രവേശിച്ച് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ഉള്ളിൽ നിന്നുകൊണ്ട് തടസ്സപ്പെടുത്തുക എന്നാണ് അവർ വാദിച്ചിരുന്നത്. അതായത് നിയമനിർമ്മാണ സഭ ഇന്ത്യയുടെ നേതാക്കന്മാർക്ക് സപ്പോർട്ടിങ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണ സഭ ബഹിഷ്കരിക്കാതെ അതിൽ ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യൻ പ്രതിനിധികൾ അതിൽ കയറി പറ്റുകയും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്നായിരുന്നു CR ദാസിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം വാദിച്ചിരുന്നത്. ഈ വിഭാഗത്തിനെ പരിവർത്തന അനുകൂലികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പരിവർത്തന അനുകൂലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമനിർമ്മാണ സഭ ബഹിഷ്കരിക്കുന്നതിന് പകരം അതിൽ അംഗങ്ങളായി തുടരുകയും എന്നിട്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ എതിർക്കുക എന്നുള്ളതാണ് അവർ മുന്നോട്ട് വച്ചിരുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? CR ദാസ് ആയിരുന്നു. ഇവർ പരിവർത്തന അനുകൂലികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റായി നിൽക്കുന്ന പരിവർത്തന അനുകൂലികൾ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു. അതിൻ്റെ നേതാക്കന്മാർ സർദാർ വല്ലഭായ് പട്ടേൽ, രാജാ ഗോപാലാചാരി, രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയ നേതാക്കന്മാരാണ് മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നത്. ഇവർ പറഞ്ഞിരുന്നത്, ഈ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിരുന്നത് കൗൺസിൽ പ്രവേശനത്തെ എതിർക്കുകയും ബഹിഷ്കരണത്തിൽ ഉറച്ചു നിൽക്കുകയുമാണ് ചെയ്തത്. ഒരിക്കലും നിയമനിർമ്മാണ സഭയിൽ കൗൺസിലിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആരും പ്രവേശിക്കരുത്, കോൺഗ്രസ്സുകാരായിട്ടുള്ള ആരും പ്രവേശിക്കരുത്, മറിച്ച് അതെന്ത് ചെയ്യണം? ബഹിഷ്കരിക്കണം എന്നാണ് ഈ സർദാർ വല്ലഭായ് പട്ടേൽ അടക്കമുള്ള നേതാക്കന്മാർ മുന്നോട്ട് വച്ചിരുന്നത്. ഇവർ പരിവർത്തന നിഷേധികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നേരത്തെ പറഞ്ഞത് മറക്കരുത്, അവർ പരിവർത്തന അനുകൂലികളായിരുന്നു. ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം പരിവർത്തന നിഷേധികളായിരുന്നു. അവർ ഈ കൗൺസിൽ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭ ബഹിഷ്കരിക്കുക എന്നുള്ള തത്വമാണ് അവർ മുന്നോട്ട് വച്ചിരുന്നത്. അങ്ങനെ 1922 ഡിസംബറിൽ ചേർന്ന കോൺഗ്രസിൻ്റെ ഗയാ സമ്മേളനം കൗൺസിൽ പ്രവേശനത്തിന് വേണ്ടിയുള്ള CR ദാസിൻ്റെ അഭ്യർത്ഥനയെ നിരാകരിച്ചു. അപ്പോൾ CR ദാസിൻ്റെ തീരുമാനം അല്ലെങ്കിൽ അഭിപ്രായത്തെ കോൺഗ്രസ് സമ്മേളനം നിശിതമായി എതിർക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും എന്താണ് ഉണ്ടാകുക? CR ദാസ് കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോകും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇതിനെ തുടർന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി രാജിവെക്കുകയും തുടർന്ന് മോത്തിലാൽ നെഹ്റു, ജയാഗർ, മാളവ്യ തുടങ്ങിയ നേതാക്കന്മാർ ചേർന്നുകൊണ്ട് CR ദാസ് കോൺഗ്രസിനകത്ത് മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയാണ് ചെയ്തത്. ആ പാർട്ടിയായിരുന്നു സ്വരാജ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ CR ദാസ്, മോത്തിലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള പരിവർത്തന അനുകൂലികൾ, കോൺഗ്രസ്സിലെ പരിവർത്തന അനുകൂലികൾ കോൺഗ്രസ്സിൽ തന്നെ മറ്റൊരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷനായിട്ട് CR ദാസ് തന്നെ തിരഞ്ഞെടുത്തു. CR ദാസ് അതിൻ്റെ അധ്യക്ഷനാവുകയും മോത്തിലാൽ നെഹ്റു അതിൻ്റെ സെക്രട്ടറി ആവുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള സാഹചര്യം. ഓക്കെ.